എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് വ്യൂസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാവണ മന്ത്രത്തെക്കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉപാസനയൊക്കെ എടുത്ത് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ മന്ത്രം ചൊല്ലിയിട്ടിട്ടുണ്ട്, എഴുതിയിട്ടിട്ടില്ല. അപ്പോൾ വേണ്ടവർ മുന്നുള്ള വീഡിയോസിലൊക്കെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ബന്ധപ്പെടുക, വാട്സാപ്പിൽ മെസ്സേജ് വിടുക. ഉപാസനയിൽ സേവ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മന്ത്രവും നമ്മൾ തരുന്നതാണ്. അതിൻ്റെ ഉപാസനാവിധികൾ ഉൾപ്പെടെ നമ്മൾ തരുന്നതാണ്. കർമ്മവിധാനം വേണവർക്ക് കർമ്മവിധാനവും തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മന്ത്രം തരും, ഇന്നൊക്കെ ചെയ്യാൻ ഇന്നൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ളൊരു സമ്പ്രദായം നമുക്കില്ല. എല്ലാവരും ഭഗവതിയുടെ മന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അവർക്ക് അത്രത്തോളം ശക്തിയാണ് കിട്ടുക. നമ്മൾ കുറച്ച് പേര് നമ്മളിപ്പോൾ പൊതുവേ കേട്ടുവരുന്നൊരു കാര്യമാണ്, ഭദ്രയുടെ ഉപാസന നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല, അവർക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയണമെന്ന് കുറേ പേര് പറയണുണ്ട്. അല്ലെങ്കിൽ ഞാൻ തരില്ല അങ്ങനെ പറയുന്ന കുറേ സമ്പ്രദായങ്ങൾ ഇപ്പോൾ പൊതുവേ കേട്ടുവരുന്നുണ്ട്. പലരും അങ്ങനെ തന്നെ വിളിച്ച് പറയുകയും അതുപോലെ മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കിവിടെ എനിക്ക് പറയാനുള്ളത്, ആർക്കും ഭഗവതിയുടെ ഉപാസന ഇവിടെ വടക്കും ഭാഗത്ത് കരിനീലി മഠത്തിൽ നിങ്ങൾക്ക് എന്തിൻ്റെ ഉപാസന എടുക്കാം. എല്ലാവർക്കും മന്ത്രമുണ്ട്. 10 പേര് ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് 10 പേര് അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അത്ര ശക്തിയോടെ അമ്മയ്ക്ക് കിട്ടും എന്നൊരു ധാരണയോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കണില്ല. നിങ്ങൾ ഇവിടെ കർത്തവാനും വെളുത്തവാവിനും ഭഗവതിക്ക് പൂജയുണ്ട്. എല്ലാവർക്കും ഭഗവതിയുടെയൊക്കെ വിഗ്രഹത്തിലേക്ക് പോയിട്ട് നമസ്കരിക്കാവുന്ന വേറെ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കർത്തവാനും വെളുത്തവാനും നിങ്ങളുടെ ദുരിതങ്ങളും ആപത്തുകളൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞ് പൂക്കൾ ഒറിജിനൽ വിഗ്രഹത്തിൽ, നമ്മൾ പൂജിക്കപ്പെടുന്ന ഒറിജിനൽ വിഗ്രഹത്തിൽ നിങ്ങൾക്ക് വിഗ്രഹത്തിൽ പോയിട്ട് അർച്ചന നടത്താം. നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറണം ഭഗവതി എന്ന് പ്രാർത്ഥിച്ച് അരിയും പൂവും ഇട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഒരു മഠമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. നിങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ലക്ഷങ്ങളിലൊന്നും മുടക്കി പൂജകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വരിക, ഭഗവതിനെ കാണുക, ഭഗവതിക്ക് പൂവ് അർപ്പിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പൈസകളൊന്നും ഇവിടെ കൊണ്ടുവെക്കേണ്ട. അവിടെ ഭഗവതിക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ വരുന്നത്, നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കടലയോ അല്ലെങ്കിൽ നമ്മളെന്താണോ കഴിക്കുന്നത് ആ നൈവേദ്യങ്ങളെല്ലാം അതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് ഭഗവതിക്ക് നിവേദ്യങ്ങളായിട്ട് അർപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഭഗവതിക്ക് കൊടുക്കുന്ന ഒരു അടപ്രഥമം കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ശർക്കര പായസം കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കടലക്കറി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പയറുകറി കൊടുക്കണം, അല്ലെങ്കിൽ ഭഗവതിക്ക് നമുക്കൊരു പുട്ട് കൊടുക്കണം, പപ്പടം കൊടുക്കണം, അല്ലെങ്കിൽ അരി വറുത്ത പൊടി കൊടുക്കണം, അല്ലെങ്കിൽ കള്ളു കൊടുക്കണം, മദ്യം കൊടുക്കണം, മത്സ്യമാംസാദികൾ കൊടുക്കണം. എന്തും നമ്മളെന്ത് കഴിക്കണം എന്തും ഭഗവതിനെ നടക്കി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല, ഭഗവതിക്ക് ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു കാവാണ്, അല്ലെങ്കിൽ ഒരു മഠമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാൻ പ്രാർത്ഥിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. കർത്താവിനും വെളുത്തവാവിനും പൂജയുണ്ട്. അപ്പോൾ കർത്താവും വെളുത്തവാവും നമ്മൾ കലണ്ടറിൽ കാണാതല്ല, കറക്റ്റായിട്ട് നമ്മൾ സമയം വിനാഴിയെ കണക്ക് കൂട്ടിയിട്ട് ആണ് പറയുക. കലണ്ടറിലുള്ള നോക്കിയിട്ടായിരിക്കില്ല. അപ്പം നമുക്കിനി വരുന്ന കർത്താവ് കലണ്ടർ കിടക്കുന്ന 21-ാം തീയതിയാണ്. പക്ഷെ നമുക്ക് 20-ാം തീയതി വൈകിട്ടാണ് കർത്താവിൻ്റെ പൂജ ഉള്ളത്. അപ്പോൾ കർത്താവിനും വെളുത്തവാവിനും വൈകിട്ടാണ്, രാത്രി 8 മണിക്ക് ശേഷമാണ് പൂജകൾ ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉപാസന പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപാസകരായിട്ടുള്ളവർക്ക് നമുക്ക് ഉപാസന എടുത്തു ശാന്തി ഞങ്ങൾക്ക് പൂജിക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പൂജ ഒന്ന് ചെയ്യണം, അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവിടെ വന്ന് പൂജ ചെയ്ത് പഠിക്കാം, പ്രശ്നമില്ല. സാധാരണ ജനങ്ങൾക്ക് എനിക്ക് ദുരിതങ്ങളാണ്, എപ്പോഴും ദുരിതങ്ങളാണ്, അങ്ങനെയുള്ളവരും വരൂ, വിളിക്കൂ, എന്നിട്ട് അമ്മയുടെ അവിടെ ഒരു പൂ പ്രാർത്ഥിച്ച് അമ്മയുടെ പീഠത്തിലിടും, അല്ലെങ്കിൽ അമ്മയുടെ വിഗ്രഹത്തിലിടും. നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറും, 100% മാറും. അതുപോലെ ഇപ്പോൾ നമ്മളിന്ന് പറയാവുന്ന ഭദ്രകാളി അമ്മേനെ എങ്ങനെ സേവ ചെയ്യാം, അല്ലെങ്കിൽ അത് എന്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാം. അപ്പോൾ ഒന്ന് തന്നെ പറയട്ടെ, നമ്മുടെ പൂർവികത്തിലായാലും ഇപ്പോഴാണെങ്കിലും പരോക്ഷമായിട്ടും ഏറ്റവും കൂടുതൽ ഭദ്രകാളി ഉപാസനയാണ് കൂടുതലുള്ളത്. ഉപാസന അല്ലെങ്കിൽ ക്ഷേത്രം അല്ലെങ്കിൽ കാവൊക്കെ ഉള്ളത് ഇപ്പോൾ ഇങ്ങോട്ട് മുതൽ നമ്മുടെ നമ്പൂതിരിമാർ മുതൽ താഴെക്കടയിലുള്ള സമുദായം വരെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി അമ്മയാണ്.
ഭദ്രകാളി അമ്മയുടെ എന്താ ഭദ്രം, എല്ലാം ഭദ്രമാക്കുന്നവൾ. ദേഷ്യത്തിലാണെങ്കിൽ അമ്മ അങ്ങേയറ്റം ദേഷ്യത്തിലും. ശാന്തസ്വരൂപയാണ്, സ്നേഹവാത്സല്യമാണ്, പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവതയാണ്. നമ്മളിൽ ഉപാസന എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം അമ്മയുടെ പ്രസാദത്തെക്കുറിച്ച്. അമ്മയുടെ മന്ത്രം ജപിക്കുന്ന മാത്രമേ തന്നെ അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയും. നമ്മുടെ ശത്രു സംഹാരത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദേവതയാണ് ഭദ്രകാളിയമ്മ. ഓക്കെ, ശത്രുക്കളുണ്ടാവില്ല. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ സ്ത്രീ ജനങ്ങൾ, നമ്മൾക്ക് വിധിക്കപ്പെട്ട സ്ത്രീ, അതായത് നമ്മുടെ ഭാര്യയല്ലാതെ അമ്മ അല്ലാതെ നമ്മൾ മറ്റൊരാളെ ദുഷ്ട കണ്ണുകളോട് നമുക്ക് നോക്കാനായിട്ട് പാടില്ല, പറയാനും പാടില്ല, ചീത്ത വിളിക്കാനും പാടില്ല. ഓക്കെ, നമുക്ക് വിധിക്കപ്പെട്ട നമ്മുടെ ഭാര്യ, അവിടെ നമുക്ക് എന്തുമാവാം. പുറത്ത് ആ ഭാര്യനെ പോലും നമ്മൾ ബഹുമാനിക്കണം എന്നാണ്. ചീത്ത വിളിക്കാനോ അങ്ങനെ വിളിക്കാനും പാടില്ല. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അമ്മേനെ എത്രത്തോളം നമ്മൾ മനസ്സറിഞ്ഞ ഭക്തിയോടുകൂടി, അമ്മയ്ക്ക് ഇന്ന നേദ്യങ്ങളൊന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് ഇപ്പം നമുക്ക് പായസം കൊടുക്കാൻ പറ്റുന്ന പായസം കൊടുക്കുക, ചോറും കറി, നമ്മൾ വെക്കണ ചോറും കറി ഭഗവതിക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മൾ പ്ലേറ്റിനകത്ത് ആദ്യം തന്നെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ വേറൊരു സമ്പ്രദായമാണ്, കുറേ പേര് പറഞ്ഞിട്ട് ഭദ്രകാളിയുടെ, നമ്മുടെ ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ വരുമ്പോൾ പറയണത് ഭദ്രകാളിയുടെ വീട്ടിൽ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന്, എടുത്ത് മാറ്റണമെന്ന്. ഒരിക്കലും ഇല്ല. ഭദ്രകാളി അമ്മയുടെ ഫോട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വീടുകളിൽ അവിടെ വെച്ച് തിരി വരെ വെക്കാം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അമ്മ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. അതൊരു തെറ്റായൊരു പ്രവണതയാണ്. നിങ്ങൾ ഫോട്ടോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ വിളക്ക് വെച്ച് തിരിവെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, യാതൊരു പ്രശ്നവുമില്ല. മറ്റുള്ള ദേവതകളെ പോലെ അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ്റെയോ മറ്റുള്ള ദേവതകളുടെ ഒന്നും വിഗ്രഹം ഫോട്ടോയോ ഒന്നും നമുക്ക് വെക്കാൻ പാടില്ല. അതൊന്നും ദേവതകളല്ലേ, അവർക്കും ദേഷ്യമില്ലേ? ശാന്തസ്വരൂപമാണോ? അമ്മ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണം? അല്ല, ശത്രുക്കളുടെ അടുത്താണ് അമ്മ ദേഷ്യപ്പെടുന്നത്. നമ്മൾക്ക് അടുത്ത് ദേഷ്യമായിരിക്കണം, അങ്ങനെയില്ല. നമ്മളുടെ ഉള്ളിലുള്ള ആസുരിക ശക്തികളുടെ അടുത്ത് മാത്രമേ നമ്മൾ യുദ്ധം ചെയ്യണുള്ളൂ, നമ്മളോട് ദേഷ്യപ്പെടണുള്ളൂ. നമ്മളുള്ള അഹങ്കാരം, അതുപോലെ തന്നെ അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ളതിനെ മാത്രമേ നമ്മൾ ഫൈറ്റ് ചെയ്യണുള്ളൂ നമ്മളുടെ അടുത്ത്. അല്ല വേറെ ഒന്നിനോട് നമ്മൾ നശിപ്പിക്കാനായിട്ട് അമ്മ ശ്രമിക്കില്ല. അമ്മ നമുക്ക് നല്ല വിധത്തിലുള്ള ഉയർച്ചകളിലേക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ അമ്മ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് തന്നെ കേൾക്കല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മയും, ഭദ്രകാളി അമ്മയും, അല്ലെങ്കിൽ അമ്മ ആയിട്ടിരിക്കുന്ന ഭദ്രകാളി സംരക്ഷണം തരുള്ളൂ. അപ്പോൾ നമ്മളെ ഒരിക്കലും ശിക്ഷിക്കില്ല. അപ്പോൾ അതോർത്ത് നിങ്ങൾ ഇതാക്കണ്ട. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് നമുക്ക് ഇങ്ങനെ നമ്മളെപ്പോഴും അമ്മേനെ ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളും വെള്ളിയാഴ്ച ദിവസങ്ങളും, എല്ലാ ദിവസവും ഇന്ന ദിവസങ്ങളൊന്നുമില്ല. അമ്മയ്ക്ക് കുറച്ച് ശക്തി കൂടുതലുള്ള ദിവസം, അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്മയ്ക്ക് ശക്തിയുണ്ട്. ശക്തി ഇല്ല എന്നല്ല പറയണത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ചെമ്പരത്തിപ്പൂ കൊണ്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ ചുവന്ന വസ്ത്രങ്ങൾ കൊടുക്കുക. അമ്മയ്ക്ക് ശർക്കര പായസങ്ങൾ നേദിക്കുക. ക്ഷേത്രങ്ങളാണെങ്കിൽ, നമ്മുടെ കാവുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ ഭക്ഷണം വെക്കുന്നത് എന്താണോ, ഇറച്ചി ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് അമ്മയ്ക്ക് ഒരു പ്ലേറ്റിൽ, ഒരു പാത്രത്തിലെടുത്ത് വെച്ച് അമ്മേനെ സങ്കല്പിച്ച് വെച്ചാൽ സർവ്വത്തിൽ ഐശ്വര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധി ഉണ്ടാവും. ചൊവ്വവെള്ളി ദിവസങ്ങളിൽ പരമാവധി, ചൊവ്വവെള്ളി എന്നല്ല, പരമാവധി ദിവസങ്ങൾ പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. അമ്മയുടെ നടക്കിൽ ആയ ദിവസം പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ആഴ്ചയിൽ ഭഗവതിയുടെ നമുക്കിപ്പോൾ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ദിവസം നിങ്ങൾ പോവുക, അമ്മയുടെ നടയ്ക്ക് ചെന്നിട്ട് ആദ്യം ചുമന്ന പൂവും നടയ്ക്ക് പട്ട് വെച്ച് ചുമന്ന പൂവും 1 രൂപ നാണയം തലക്കൊഴിഞ്ഞ് വെക്കുക. അമ്മ എനിക്കിങ്ങനെ ദുരിതങ്ങളുണ്ട്, ഈ ദുരിതങ്ങൾ മാറ്റിത്തരണം അമ്മയെന്നും പറഞ്ഞ് നടക്കിൽ വെച്ചിട്ട് വരിക. രണ്ടാമത്തെ ദിവസം പോവുക. രണ്ടാമത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതേ തന്നെ ചുമന്ന പൂക്കൾ നടക്കി സമർപ്പിക്കുക. അതുപോലെ തന്നെ ഭദ്രാസൂക്ത പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ദേവി ഭദ്രകാളിയുടെ അഷ്ടോത്തര മന്ത്രാർച്ചന കൊണ്ട് നമ്മൾ അർച്ചന നടത്തുക. ഓക്കെ, രണ്ടാമത് തന്നെ ദേവി നടക്കിൽ പൂ വെക്കുക, അഷ്ടോത്തര മന്ത്രാർച്ചന ഇടുക. മൂന്നാമത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച നമ്മളിട്ട് ചെല്ലുമ്പോൾ ഭഗവതിക്ക് കടും പായസം, അതുപോലെ ചെമ്പരത്തി പൂ സമർപ്പിക്കുക. ഒരു ചെമ്പരത്തി മാല അല്ലെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. അതുപോലെ തന്നെ പട്ട് സമർപ്പിക്കുക. 1 രൂപ നാണയം ഭഗവതി നടക്കി സമർപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ. അപ്പം എന്താണ്, ആദ്യത്തെ ദിവസം നമ്മളെന്ത് വെച്ചേ, പട്ടിൻ്റെ അകത്ത് പൂ വെച്ചു, ഒരു നാണയം വെച്ച് പ്രാർത്ഥന, നമ്മുടെ ദുരിതങ്ങളൊക്കെ തീർത്താനും ഭഗവതി. രണ്ടാമത്തെ ദിവസം പോയി, രണ്ടാമത്തെ ചൊവ്വാഴ്ച പോയിട്ട് എന്ത് ചെയ്യണം, നടക്കയിൽ പൂ വെച്ചിട്ട് ഭദ്രാസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അഷ്ടോത്തര മന്ത്രാർച്ചന നടത്തുക. മൂന്നാമത്തെ ആഴ്ച പോയിട്ട്
ശർക്കര പായസം, കടും പായസം, മാല, ചെമ്പരത്തി മാലയിൽ ചുമന്ന പൂവിൻ്റെ മാല, പട്ട്, 1 രൂപ നാണയം. ഇതൊക്കെ പ്രാർത്ഥിച്ച് വെക്കുക. എൻ്റെ ദുരിതങ്ങളൊക്കെ മരുത്തരണം ഭഗവതി പറഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക. എന്നിട്ട് ശേഷം നമുക്ക് കാര്യം നടന്നതിന് ശേഷം ഭഗവതിക്ക് നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു വിളക്കോ, ചെറിയ വിളക്ക് മേടിച്ച് നമ്മൾ നടക്കി സമർപ്പിച്ച് കത്തിക്കുക. നമ്മുടെ എന്താണോ ആഗ്രഹം അല്ലെങ്കിൽ എന്താണോ നടക്കേണ്ടതായിട്ടുള്ളത് അത് ചെയ്യുക. അപ്പോൾ സർവ്വത്തിലുള്ള ഐശ്വര്യം. അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ദേവിയുടെ അടുത്ത് പോണ ഈ ഒരു 3 ആഴ്ച നമ്മൾ ദേവന് ശരിക്കും മനസ്സറിഞ്ഞ് വിളിക്കുക. നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ വെക്കാൻ നേരത്ത് ദേവിക്ക് ഒരു വീതം എടുത്ത് വെക്കുക, വിളക്ക് വെക്കുക, 2 നേരം വിളക്ക് വെക്കുക, വീട്ടിൽ ദേവിനെ പ്രാർത്ഥിക്കുക. നമുക്കറിയില്ല അമ്മയെ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ അത് അറിയുള്ളെങ്കിൽ അത് ചൊല്ലാം. അല്ലെങ്കിൽ നമ്മൾ മുന്നുള്ള ഇന്നത്തെ വീഡിയോസിലൊക്കെ ദേവിയുടെ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൊല്ലാം. ശിവപഞ്ചാക്ഷരി ജപിച്ചതിന് ശേഷം. ശിവപഞ്ചാക്ഷരി വേണം, ഗുരു ശിവനാണ്. അപ്പോൾ ശിവനെ നമ്മൾ പ്രാർത്ഥിച്ച് മന്ത്രങ്ങളൊക്കെ ജപിക്കുക. അല്ലെങ്കിൽ കാളി മേഘസമപ്രഭാന്ത്രേന വേതാളകണ്ഠസ്ഥിതം ഗഡ്ഗം ഘടകപാലതരികശ്വരം കൃത്വാങ്കരാഗ്രശുരം ഭൂതപ്രേത പിശാചമാതർ സഹിതം മുണ്ടസ്രജാലങ്കൃതം വന്ദേ ദുഷ്വാരണ്യം ഈശ്വരി ധ്യാനമന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ദേവിയുടെ മൂലമന്ത്രവും ഐം ക്ലീം സൗഹ്രീം ഭം ഭദ്രകാളിയെ നമ എന്ന് ജപിക്കാം. അല്ലെങ്കിൽ ഐം ക്ലീം സൗഹ്രീം ഭദ്രകാളിയെ നമ, കുഴപ്പമില്ല. ഭമ്മില്ലെങ്കിലും കുഴപ്പമില്ല, ഭദ്രകാളിയെ നമ. അല്ലെങ്കിൽ കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ചകുലധർമ്മം ച മാം ച ബാലയ ബാലയം സർവമംഗളമംഗല്യം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതൊക്കെ ചൊല്ലാം. അല്ലെങ്കിൽ നമുക്ക് ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുദേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണു വിലാസിനി ജിഷ്ണുനുദേ ഭഗവതി ഹേഷിതി കണ്ഠ കുടുംബിനി ഭൂരി കൃതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. നമുക്ക് മഹിഷാസുരമർദിനി സ്തോത്രം ചൊല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സഹസ്രനാമം ചൊല്ലാൻ, ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം, കാളി സഹസ്രനാമം ചൊല്ലാം. ഇതൊന്നും വിഷയമില്ല. എല്ലാ ദിവസവും വിളക്ക് വെച്ച് കാലത്തും വൈകുന്നേരം ജപിക്കുക. ഈ നമ്മൾ പോണ 3 ആഴ്ചകൾ കൊണ്ട്. അപ്പോൾ ഇത്ര നടത്തി കഴിഞ്ഞാൽ നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അമ്മയോട് ശരിക്കും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും വാട്സാപ്പിൽ ചോദിക്കാം. സമയം പോലെ മറുപടി തരുന്നതാണ്. ആരും തന്നെ ആദ്യം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ ആരും തന്നെ ചോദിക്കണില്ല. അതിന് മറുപടി നമ്മൾ വാട്സാപ്പിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ പേരോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ വെളിപ്പെടുത്തണില്ല. ഇങ്ങനെ സംശയമുണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരമാണെന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മന്ത്രങ്ങൾ വേണോ, മന്ത്രങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇടണമുണ്ട്, അന്നേരം നിങ്ങൾക്ക് അയച്ചു തരും. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ മറ്റൊരാൾക്ക് ചോദിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന മന്ത്രങ്ങൾ വേറൊരാൾക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ അവിടെ ഒരു ഗുരുവായിട്ട് മാറുക. അവർക്ക് നമ്മളറിയാതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഒരു ഗുരുവായിട്ട് മാറുക. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ്, അവൻ്റെ ജീവിതം നശിച്ചു നിൽക്കുന്ന സമയമാണെങ്കിൽ ഇതൊന്ന് ചെയ്താൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടുക. നമ്മൾ കാരണം ഒരു ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മേനെ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. ഓം ഐം ക്ലീം സൗഹൃദം ഭദ്രകാളി.